ഹലോ, വെൽക്കം ടു ഓൾ തിങ്സ് ലൈഫ്. ഞാൻ സിനി. ഇന്ന് ഇവിടെ ഒരു പനീർ ബട്ടർ മസാല റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിനാവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബൗൾ എടുക്കണം. ഒന്നാമത് ഞാൻ ഉണ്ടാക്കുന്നത് ഈസി റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിന് അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. പെട്ടെന്ന് സമയം കുറവല്ലേ, എല്ലാവർക്കും സമയം കുറവല്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പനീർ ബട്ടർ മസാലയാണ്. എല്ലാം എളുപ്പം ഉണ്ടാക്കും. എന്നാൽ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണെന്ന് നോക്കാം. ബൗളെടുക്കണം. ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടേബിൾ സ്പൂൺ നോർമൽ മുളക് പൊടി. കുറച്ച് കളറും കാര്യങ്ങളൊക്കെ വേണമല്ലോ പനീർ ബട്ടർ മസാല ആകുമ്പോൾ. അപ്പം നമുക്ക് എരിവും കുറച്ച് കുറവായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഓവർ സ്പൈസി ആവണ്ട. അതുകൊണ്ട് നമുക്ക് ഈ നോർമൽ മുളക് പൊടിയുടെ കൂടെ 1 ടീസ്പൂൺ ഇടുന്നതിൻ്റെ കൂടെ കുറച്ച് കളറും കാര്യങ്ങളും കൊഴുപ്പും കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, മെത്തി ലീവ്സ്, 4 ടൊമാറ്റോ പ്യൂരിയാക്കിയത്. ഇത് പുളി കുറഞ്ഞ ടൊമാറ്റോ എടുക്കണം. കുറച്ച് സ്വീറ്റായിട്ടുള്ള ടൊമാറ്റോ എടുക്കണം. നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. പുളി കൂടിയതാകുമ്പോൾ 4 ആകുമ്പോൾ കൂടിപ്പോവും. കുറച്ച് കെച്ചപ്പ്, 1/2 ഗ്ലാസ് മിൽക്കിൽ മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കി പണി കുക്ക് ചെയ്യണ പണിയാണ് ഉള്ളത്. ഇപ്പം ഇനി അങ്ങോട്ട് പോവാം. ആദ്യം നമ്മൾ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് ബട്ടർ ഇട്ട് കൊടുക്കണം. കുറച്ച് ഓയിൽ, 1/2 ഓണിയൻ അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് സോട്ട് ചെയ്യണം. നല്ലോണം മുക്കും വരെ മുരിക്കണം. എന്നിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത് 1 ടീസ്പൂൺ ജീരകം വെച്ച് അരച്ചത്, 2 ടീസ്പൂൺ അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. ഈ സിറപ്പ് അതിലേക്ക് ഒഴിക്കുക. അത് തക്കാളി പ്യൂരി, ടൊമാറ്റോ പ്യൂരി അങ്ങനെ എല്ലാം കൂടെ അടിച്ചിട്ടുള്ള ആ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ബാക്കി 1/2 ഗ്ലാസ് പാൽ ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പ്, ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പാലല്ലേ, പിന്നെ ഈ തക്കാളിയൊക്കെ കൂടെ വരുമ്പോൾ, തക്കാളിയുടെ പുളിയും കൂടി വരുമ്പോൾ പിരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. 2 മിനിറ്റ് അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ തുറന്ന് നന്നായി ഇളക്കി കൊടുക്കണം. ഇളക്കി നല്ല തള വന്നിട്ടുണ്ടാവും. ഈ സമയം കൊണ്ട് അതിൻ്റെ പച്ചമണവും പോയിട്ടുണ്ടാവും, തക്കാളിയുടെ ഒക്കെ പച്ചമണം. പനീർ എടുക്കുക, അതിലിടുക. ഒരു 200 ഗ്രാം പനീറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പനീർ ഇട്ടിട്ട് ഒരു 2-4 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. പനീറിൽ സോഫ്റ്റ് ആവാനും പനീറിൽ കറിയുടെ എസൻസൊക്കെ നന്നായി പിടിക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് മെത്തി ലീവ്സ് ഇട്ട് കൊടുക്കുക. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈസി റെസിപ്പി അല്ലേ.
അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയായി ഇനി വരും വരെ ബൈ.